മാലിന്യ കൂമ്പാരത്തിലേക്ക് ഒരു മനുഷ്യൻ ആഴ്ന്നുപോയ ഒരു സംസ്ഥാനത്തെ ഈ വിധത്തിലാക്കിയത് പിണറായി വിജയൻ സർക്കാരാണ്. കേരളത്തിലെ 1-ാം നമ്പർ ആരോഗ്യ സംവിധാനത്തെക്കുറിച്ച് പറയുമ്പോൾ 44 മണിക്കൂർ ലിഫ്റ്റിൽ കുടുങ്ങിപ്പോയി മലമൂത്ര വിസർജനം നടത്തി ജീവിതം തന്നെ ആശയത്തിൽ നിന്നൊരു മനുഷ്യനെ ചൂണ്ടിക്കാട്ടി, അതും ഒരു CPI അംഗത്തെ ചൂണ്ടിക്കാട്ടി കോൺഗ്രസ്സുകാർ അവരുടെ ക്യാമ്പയിൻ നടത്തും. കേരളത്തിലെ സ്കൂളുകൾ കേന്ദ്രീകരിച്ച്, കേരളത്തിലെ സിവിൽ സപ്ലൈകോ കേന്ദ്രീകരിച്ച് നടക്കുന്നത് എന്താണെന്ന് ചോദിക്കും. ആ ചോദ്യങ്ങൾക്കൊന്നും കൃത്യമായ ഉത്തരം ഇടതുമുന്നണിക്ക് നൽകാനില്ലെങ്കിൽ അവരുടെ നരേറ്റീവിൽ തന്നെ ഇടതുമുന്നണിക്ക് കാലിടറിപ്പോവില്ലേ? ബാക്കിയാണ് കമ്മ്യൂണിറ്റി വോട്ടിംഗ് ആണെങ്കിലും ശരി, നേതാക്കളുടെ സാന്നിധ്യമാണെങ്കിലും. അടിസ്ഥാനമായി കഴിഞ്ഞ തവണ 2021 മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരഞ്ഞെടുപ്പിൽ നേരിടുമ്പോൾ പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ 2026 ആകുമ്പോഴേക്കും ആ കാര്യങ്ങളെല്ലാം ഇല്ലാതാവുകയാണല്ലോ. M. ജയചന്ദ്രൻ, ജനക്ഷേമത്തിൻ്റെ കമ്പാരിസണിൽ പോലും ഇടതുമുന്നണി സർക്കാർ പിന്നോട്ട് പോകാൻ സാധ്യതയുണ്ടെന്നാണ് കോൺഗ്രസ് നേതാവ് പറയുന്നത്. അല്ല, അത് ഡോക്ടർ അരുൺകുമാർ ഇത് ഈ നിരന്തരം പറഞ്ഞു പോരുന്ന ഒരു പല്ലവിയായിട്ടാണ് UDF നേതാക്കൾ, കോൺഗ്രസ് മാത്രമല്ല UDFിൽപ്പെട്ട എല്ലാവരും ഒരു വിഭാഗം മാധ്യമങ്ങൾ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ അകത്ത് ഞാൻ കണ്ടിട്ടുള്ളതും എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതായ കാര്യം എന്ന് പറഞ്ഞാൽ, ഈ കേരളത്തിൽ ഹൈലി പോളറൈസ്ഡ് ആണ് കേരളത്തിലെ വോട്ടർമാരെന്ന് പറയുന്നത്. വലിയ തോതിൽ രാഷ്ട്രീയ ധ്രുവീകരണമുള്ള നാടുമാണ് കേരളം, നമുക്കെല്ലാവർക്കും അറിയുകയും ചെയ്യാം. അപ്പോൾ ഈ എന്ത് ചെയ്താലും രാഷ്ട്രീയമായി എതിർക്കുക എന്നുള്ളതാണ് UDFിൻ്റെ നയം എന്നുള്ളത് അറിയാത്ത ആരും കേരളത്തിലില്ല. അത് UDFിൽപ്പെട്ടവർക്കും അറിയാം, LDFിൽപ്പെട്ടവർക്കും അറിയാം. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവിടെ എല്ലാ ഇലക്ഷനും നടന്നിട്ടുള്ളത്. ആ ലോകത്ത് ആദ്യമായിട്ട് നടക്കുന്ന ഇലക്ഷനൊന്നുമല്ല 2024 ഇലക്ഷൻ. അങ്ങനെയൊന്നും കാണുകയും വേണ്ട. ഇവിടെ പ്രശ്നം മറ്റൊന്നാണ്. ഇപ്പം LDFിൻ്റെ തകർച്ചയുടെ ആഴം അളക്കേണ്ടത് അളന്നു കഴിഞ്ഞിട്ടുണ്ട്. ആഴം അളക്കേണ്ട അടിസ്ഥാനപരമായി ജനങ്ങളുമായി താഴെത്തട്ടിലുള്ള സംഘടനാ കമ്മിറ്റികൾക്ക് ബന്ധമില്ലാതെ പോയി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. CPM അങ്ങനെ വിലയിരുത്തിയിട്ടുള്ളതായിട്ട് എനിക്കറിയാം. അതിന്റെ കാരണം താഴെത്തട്ടിൽ മാത്രമല്ല, അതിന് മുകളിലുള്ള കമ്മിറ്റികൾക്കൊക്കെ ആ ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ താഴെ നിന്ന് മുകൾ വരെയുള്ള കമ്മിറ്റികൾക്ക് സംഭവിച്ചിട്ടുള്ള സംഘടനാപരമായ ദൗർബല്യങ്ങളുടെ ആഫ്റ്റർ എഫക്റ്റാണ് ഈ തോൽവിയുടെ അടിസ്ഥാന കാരണം. ഇപ്പോൾ വലിയ തോതിൽ BJPയിലേക്ക് ഇടതുപക്ഷ വോട്ടുകൾ പോയി, വലിയ തോതിൽ കോൺഗ്രസിലേക്ക് ഇടതുപക്ഷ വോട്ടുകൾ പോയി, യാഥാർത്ഥ്യമാണ്. എന്തുകൊണ്ട്? ഈ വോട്ടർമാർക്ക് ഒന്നാമത് ലോക്സഭ എന്നുള്ള പാറ്റേൺ അതുണ്ട്. അത് ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെ രണ്ടാമത് വോട്ടർമാർക്ക് ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാനുണ്ട്. LDF നേതൃത്വത്തിനെ, വിശേഷിച്ച് CPM നേതൃത്വത്തിനെ. തങ്ങളുടെ മുമ്പിൽ എല്ലാ ദിവസവും കാണുന്ന നേതാക്കന്മാർ തങ്ങളിൽ നിന്ന് ബഹുദൂരം അകന്നു പോയിരിക്കുന്നു, അവരെ തിരിച്ചു കിട്ടണം എന്നുള്ള പ്രധാനപ്പെട്ട ഒരു താക്കീതാണ് നൽകിയേക്കുന്നത്. ആ നൽകൽ, ആ താക്കീത് വ്യക്തമായി തന്നെ CPM ബോധ്യപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അതിനെ അങ്ങനെയാണ് അവർ തിരുത്താനുള്ള ശേഷിയുള്ള സംഘടനയുമാണ് CPM. അവരത് തിരുത്തും എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിന്റെ റിസൾട്ട് എവിടെയാണ് കാണുക? ആദ്യം വരുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിലായിരിക്കും. ഇപ്പൊ തന്നെ കോൺഗ്രസ് നേതാക്കൾ, ഞാൻ സംസാരിച്ചിട്ടുള്ള കോൺഗ്രസ് നേതാക്കൾ, ഈ ഇലക്ഷൻ ഇപ്പൊ കഴിഞ്ഞല്ലോ, റിസൾട്ടും വന്നല്ലോ, അനാലിസിസും കഴിഞ്ഞല്ലോ എല്ലാവരുടെയും. ഞാൻ പ്രമുഖ കോൺഗ്രസ് നേതാക്കളെ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത്, ഞങ്ങൾ ഇപ്പോഴും കാണുന്നത് 60% തദ്ദേശ തെരഞ്ഞെടുപ്പ് ലോക്കൽ ബോഡി LDFിന് കിട്ടും എന്ന് തന്നെയാണ്. പക്ഷേ വേറൊരു പ്രശ്നമുണ്ട്. 2024 ഞങ്ങൾ ഒരു ഇഞ്ച് പോലും വിട്ടുകൊടുക്കില്ല. ഇനി മൂന്നാമതൊരിക്കൽ കൂടെ തോറ്റാൽ കോൺഗ്രസ് കേരളത്തിൽ ഇല്ലാതാകും. അത് ഞങ്ങൾക്ക് ചിന്തിക്കാൻ വയ്യ. അതുകൊണ്ട് അവിടെ ഞങ്ങൾ ഏത് നിലയ്ക്കും പോരാടും. പക്ഷേ തദ്ദേശത്തിൽ 60% അവർ കൊണ്ടുപോകും, ഞങ്ങൾക്ക് അറിയുകയും ചെയ്യാം എന്നാണ് കോൺഗ്രസ് നേതാക്കളടക്കം ഇപ്പോഴും കഴിഞ്ഞ ദിവസങ്ങളടക്കം എന്നോട് പറഞ്ഞിട്ടുള്ളത്. അത് വസ്തുതാപരമായി ശരിയാണ് നോക്കിയാൽ. പക്ഷെ ഞാൻ പറഞ്ഞത്, ഇതിന്റെ ഇങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല പിണറായി വിജയൻ സർക്കാർ. പിന്നെ പിണറായി വിജയൻ സർക്കാർ ചെയ്തൊക്കെ എന്തിനാണ് കേന്ദ്രം ഇങ്ങനെ ഈ പേപ്പട്ടിയെ പോലെ പട്ടിയെന്ന് വിളിച്ച് പേപ്പട്ടിയെന്ന് വിളിച്ച് തല്ലിക്കൊല്ലാൻ ശ്രമിച്ചത്? അങ്ങനെയാണല്ലോ സുപ്രീം കോടതി പോകേണ്ടി വന്നത്. അതുവരെ ഉണ്ടായല്ലോ കേരളത്തിന്. മറ്റെത്ര സംസ്ഥാനങ്ങളാണ് സുപ്രീം കോടതിയിലെ ആ കേസ് വെറുപ്പിച്ചിട്ടുണ്ട് എന്നതാണ് ഇന്ന് വയനാട്ടിൽ ചേർന്ന KPCC എക്സിക്യൂട്ടീവ് ക്യാമ്പിൽ ഉയർന്ന പ്രധാനപ്പെട്ട ആശ്വാസം. അതിൽ പിണറായി വിജയൻ വെറുപ്പിച്ചിട്ടുണ്ട്. രക്ഷാപ്രവർത്തനമടക്കമുള്ള ദൗത്യം, കേരളീയമടക്കമുള്ള വിഷയങ്ങൾ, ഒപ്പം തന്നെ പലതരത്തിലുള്ള പദപ്രയോഗങ്ങൾ, ഈ ഭരണനിർവഹണത്തിൽ പോലീസിന് സംഭവിച്ചിരിക്കുന്ന വീഴ്ചകൾ, സിവിൽ സപ്ലൈകോ വകുപ്പ് ദയനീയ പരാജയമായി തീർന്നത്, സാമ്പത്തിക വകുപ്പ് പരാജയമായി തീർന്നുവെന്ന വിലയിരുത്തൽ, ആരോഗ്യവകുപ്പ് പരാജയമായി തീർന്നുവെന്ന വിലയിരുത്തൽ, ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടതുപോലെ തദ്ദേശ വകുപ്പും ആ അർത്ഥത്തിൽ കോർപ്പറേഷൻ അടക്കം പരാജയപ്പെട്ടുവെന്ന് തോന്നൽ. അപ്പോൾ വേറെ ആരെയൊക്കെ മുൻനിർത്തിയായിരിക്കുമല്ലോ സ്വാഭാവികമായും തദ്ദേശ തെരഞ്ഞെടുപ്പിന് നേരിടാൻ പോകുന്നത്. ഇപ്പോൾ നിലവിൽ അവർക്ക് കണ്ണൂർ മാത്രമേ ഉള്ളൂ.
കൊച്ചി കോർപ്പറേഷൻ അവസ്ഥ എന്താ? ഇന്ന് ഹൈക്കോടതി എടുത്ത് കുടഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെയും ആമയിഴഞ്ചാൻ്റെ അതേ അവസ്ഥയാണ് കൊച്ചിയിലെ കോർപ്പറേഷൻ്റെ കായലുകളും തോടുകളും എന്ന് പറയുന്നു. പ്രയോറിറ്റി ഫിക്സ് ചെയ്യുന്നില്ല, വെള്ളക്കെട്ട് വലിയ പ്രശ്നമാകുന്നു. ഇതൊക്കെ കൊച്ചിയിലും അതേപോലെയുള്ള സമാന സ്വഭാവമുള്ള ഒരു സാഹചര്യമുണ്ട് എന്നുള്ളത് ഹൈക്കോടതി തന്നെ നിരീക്ഷണം നടത്തുമ്പോൾ സാധാരണ ജനങ്ങളത് വിശ്വസിക്കും. അവരുടെ മുന്നിലുള്ളത് ഈ കോർപ്പറേഷൻ മേയറും ഈ പറയുന്ന ഭരണനിർവഹണത്തിൻ്റെ പ്രതീകമായി നിൽക്കുന്ന ചൂരൽ വടിയുമായി നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥനും ഒഴിഞ്ഞിരിക്കുന്ന സിവിൽ സപ്ലൈകോയുടെ റാക്കുകളും ഈ ലിഫ്റ്റിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുമൊക്കെയാണ് അവരുടെ മുന്നിൽ നിൽക്കുന്നത്. സ്വാഭാവികമായും വോട്ടെങ്ങനെ കൊടുക്കും സാർ? അല്ല സാർ, ഞാൻ താങ്കളോട് ഒരു സംശയം അങ്ങോട്ട് ചോദിച്ചോട്ടെ. ഈ പറഞ്ഞ ഹൈക്കോടതി ജഡ്ജി, ബഹുമാനപ്പെട്ട ജഡ്ജിയോട് തിരിച്ചൊരു സംശയം ഞാൻ ചോദിക്കുകയാണ് ഈ ചർച്ചയിലൂടെ. ഈ കേരളത്തിലെ ഗ്രാമങ്ങളിലടക്കം എല്ലാ സ്ഥലത്തും നടവഴികളിലും മുറ്റങ്ങളിൽ നിറച്ച് കോൺക്രീറ്റ് സ്ലാബുകളാണല്ലോ പാകിയിരിക്കുന്നത്. ഒരു തുള്ളി വെള്ളം താഴേക്ക് ഇറങ്ങില്ല. ഇത് തെറ്റാണ് എന്ന് ഈ ജഡ്ജി അദ്ദേഹത്തിന് തോന്നാത്തത് എന്താണ്? ഇങ്ങനെയല്ല, ഭൂമിയിൽ ഇങ്ങനെ കാണിക്കരുത്, ഭൂമിയെ ഇങ്ങനെ അപമാനിക്കരുത്, ഭൂമിയെ ഇങ്ങനെ ഈ തരത്തിലേക്ക് ഭൂമി വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യരുത് എന്ന് ഏതെങ്കിലും കോടതിക്കൊന്ന് പറയാൻ തോന്നാത്തത് എന്താ? ഗവൺമെന്റൊക്കെ എത്രയോ പ്രാവശ്യം പറഞ്ഞാണ്. എം പി രാജേഷ് തന്നെ എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇതേ കാര്യം തന്നെ. ഞാനിതിവിടെ ആവർത്തിക്കുന്നത് ഇങ്ങനെ ഹൈക്കോടതി പറഞ്ഞു, താങ്കളത് ഉന്നയിച്ചുകൊണ്ടുകൂടിയാണ്. കമ്മീഷനുണ്ട്, ശുചിത്വ മിഷനുണ്ട്, എത്രയെത്ര സംവിധാനങ്ങൾ, തണ്ണീർത്തടങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു കമ്മീഷനുണ്ട്. ഇതിനൊക്കെ വെള്ളാനകളെ പോലെ കുറച്ചുപേരെ കാശ് കൊടുത്ത് നിർത്തിയിട്ടുണ്ടല്ലോ സംസ്ഥാന സർക്കാർ. അല്ല, ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ താങ്കളുടെ ചോദ്യം ഒന്ന് പൂർത്തീകരിച്ചോട്ടെ, ചോദ്യത്തിന് മറുപടി ഒന്ന് പൂർത്തീകരിച്ചോട്ടെ പ്ലീസ്. ഇതൊക്കെ പിണറായിക്കെതിരായിട്ടുള്ള നടപടികളാണെന്ന് പറഞ്ഞു. ഒരൊറ്റ കാര്യം ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു അതിന് മറുപടിയായിട്ട്. 2008 മഹാപ്രളയം വരുത്തി വെച്ചതാണ് എന്ന് പറഞ്ഞ് ഇപ്പോഴും നടക്കുന്നവരാണ് ഒരു സെറ്റ് UDF നേതാക്കളെന്ന് ഓർക്കണം കേട്ടോ. അതങ്ങ് കേന്ദ്ര ജല കമ്മീഷന്റെ സൈറ്റിൽ ഇപ്പോഴും കിടപ്പുണ്ട്. എന്താണെന്നുള്ളത്, വാട്ട് ഈസ് വാട്ട് എന്നുള്ളത് വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട് അവര്. അതൊന്നും ബാധകമല്ല. ഞങ്ങൾ പറയുന്നത് വിവരമില്ലാത്ത മന്ത്രിയായിരുന്നു മണിയാസാൻ, അദ്ദേഹം പറഞ്ഞു തുറന്നു വിടറാന്ന് പറഞ്ഞു, തുറന്നു വിട്ടു, അങ്ങനെ ഉണ്ടാക്കിയതാണ് പ്രളയം. ഇതാണ് അവരുടെ നരേറ്റീവ്. ആ നരേഷനിൽ നിൽക്കുകയാണല്ലോ ഇപ്പോഴും. പിണറായി വിജയൻ മാധ്യമങ്ങളിലൂടെ നടത്തിയ വാർത്താ സമ്മേളനമാണ് ഇപ്പോഴും. ശരി, അത് ശരിയാണ്. പക്ഷേ അതിനുശേഷം എത്രയോ വെള്ളം ഒഴുകിപ്പോയി. ആ പ്രളയസമാനമായ മഴയൊക്കെ പെയ്തു, വരൾച്ച വന്നു. പക്ഷെ അതിനുശേഷം നമ്മൾ കണ്ട കാഴ്ച എന്താ? പല വകുപ്പുകളും നിഷ്ക്രിയമായി പോയില്ലേ? എന്തിനേറെ സാർ, ഭക്ഷ്യവകുപ്പ്, കൃഷി വകുപ്പ്, CPI കൈകാര്യം ചെയ്യുന്ന വകുപ്പ്, CPM കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ എല്ലാം നിർവീര്യമായി പോകുന്നൊരു സാഹചര്യം നമ്മുടെ മുന്നിലുണ്ടായി എന്ന് മാത്രമല്ല, പല വകുപ്പുകളുമായി ബന്ധപ്പെട്ട രക്തസാക്ഷികളുണ്ടായി, ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷികളുണ്ടായി, മരിച്ച രക്തസാക്ഷികളുണ്ടായി. ഇതെല്ലാം കോൺഗ്രസിന് കിട്ടുന്ന തെരഞ്ഞെടുപ്പ് ആയുധമല്ലേ? അല്ല, ആയുധമാക്കിക്കോട്ടെ. താങ്കൾ പറയുന്നത് പോലെ അങ്ങനെ ഒരു വികസന വിരുദ്ധമായ നിലയിലേക്ക് കേരളത്തിലെ സർക്കാർ ബോധപൂർവമോ അബോധപൂർവമായോ പ്രവർത്തിച്ചുവെന്നും അതിന്റെ ഫലമായി കേരളം വലിയ തിരിച്ചടി നേരിടുന്നു എന്നുള്ളതാണ് താങ്കൾ ഉന്നയിക്കുന്ന പോയിന്റെങ്കിൽ ക്ഷമിക്കുക, ഞാൻ ശക്തിയായി വിയോജിക്കുന്നു ആ നിലപാടിനോട്. ജോയിയുടെ രക്തസാക്ഷിത്വം, ലിഫ്റ്റിൽ കുടുങ്ങിയ ഒരു മനുഷ്യന്റെ ജീവിക്കുന്ന രക്തസാക്ഷിയായ അയാൾ ഈ സർക്കാരിന്റെ പിടിപ്പുകേടിന്റെ ഭാഗമായി നിൽക്കുന്നു. ഈ കർഷകർക്ക് കൊടുക്കാനുള്ള പണം കൃത്യസമയത്ത് കൊടുക്കാത്തത് കൊണ്ട് ആത്മഹത്യ ചെയ്ത പ്രദീപ് എന്ന് പറയുന്ന ഒരു കർഷകൻ, അദ്ദേഹം ഒരു മരിച്ച രക്തസാക്ഷിയായി നിൽക്കുന്നു. പുൽപ്പള്ളിയിലുമുണ്ട് ഇതേപോലെ കർഷകൻ. കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സമരങ്ങൾ, അവിടെ ജീവിക്കുന്നവരും മരിച്ചവരുമായ രക്തസാക്ഷികൾ, ഇങ്ങനെ ഒരുപാട് രക്തസാക്ഷികൾ ഈ സർക്കാർ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നതായിരിക്കും കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട പ്രചരണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് വോട്ടർമാർ വിലയിരുത്തണം. പക്ഷേ നമ്മുടെ മുന്നിൽ അങ്ങനെ സാഹചര്യം ഉണ്ടായി. ജയചന്ദ്രൻ, അല്ല, അത് അങ്ങനെയല്ല. ഇപ്പോ താങ്കൾ പറഞ്ഞ ഈ പ്രദീപിന്റെ കാര്യം, കർഷകന്റെ, ഞാനും കർഷകന്റെ നാട്ടിലുള്ള ആളാണ്, കർഷകനാണ്. അപ്പോൾ ആ നിലയ്ക്ക് എനിക്കത് പറയാനുണ്ട്. പക്ഷെ അതിനുള്ള സമയം ഇവിടെ ഇല്ല. പിന്നെ ഇപ്പോൾ യാമേഴഞ്ചാൻ, അതാണല്ലോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളത്, അത് പറയണമല്ലോ. അത് ഒരു 10 സെക്കൻഡ് കൊണ്ട് തീർത്തേക്കാം. ഈ 117 മീറ്റർ നിൽക്കുന്ന പ്രദേശം എന്ന് പറയുന്നത് എൻ്റെ പരിമിതമായ ധാരണ വെച്ച് BJPയുടെയാണ് പ്രതിനിധി അവിടുത്തെ. അദ്ദേഹത്തിന് ഇവിടെ കൗൺസിലർ മാത്രമല്ല, അങ്ങ് പഴയ പ്രതാപേന്ദ്രൻ പറയുന്ന പോലെ അങ്ങ് കേന്ദ്രത്തിൽ എനിക്ക് പിടിയുണ്ടാ എന്ന് പറയാൻ പറ്റുന്ന തരത്തിലുള്ള സംവിധാനം വേണ്ടതാണ്. മേയർ കൊള്ളത്തില്ലെന്നേ, പിണറായി വിജയൻ ഒട്ടും കൊള്ളില്ല. ഈ ഭരണമോ
തീരെയും കൊള്ളില്ല. പക്ഷേ കേന്ദ്രമുണ്ടല്ലോ അദ്ദേഹത്തിന് അങ്ങനെ ഇടപെടാൻ വയ്യായിരുന്നോ? അങ്ങനെ ഇടപെട്ടാൽ വലിയൊരു മൈലേജ് കിട്ടില്ലായിരുന്നോ? ആമയിഴഞ്ചാൻ റോഡ് എന്ന് പറയുന്നത്, ഞാൻ തിരുവനന്തപുരത്ത് ജോലി ചെയ്ത ആളായതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഈ മഴക്കാലം തോട് വൃത്തിയാക്കാൻ കേന്ദ്രത്തിൽ നിന്ന് ഇപ്പോ സ്വച്ഛ ഭാരതമായിട്ട് ചൂലുമായിട്ട് നരേന്ദ്രമോദിയുടെ സർക്കാരോ വരണമെന്ന് പറയുന്നത് ജനങ്ങൾ എങ്ങനെ വിശ്വസിക്കും? അതെ, അത് ഏത് ലോജിക്കാണ് ശ്രീ ജയചന്ദ്രൻ? അല്ല, അത് വേറൊന്നും വിശ്വസിക്കണം. താങ്കൾക്കെങ്കിലും മിനിമം അറിയാമല്ലോ അതിന്റെ അധികാരം റെയിൽവേക്കാണെന്നുള്ളത്. റെയിൽവേ ഇത് ചെയ്യാൻ സമ്മതിക്കില്ല. 117 മീറ്റർ മാലിന്യ സംസ്കരണത്തിന്റെ ഉത്തരവാദിത്വം റെയിൽവേക്കുണ്ട്. ബാക്കിയുള്ള 11 കിലോമീറ്റർ 863 മീറ്റർ ദൂരത്തിന്റെ ഉത്തരവാദിത്വം ആർക്കാണ് എം ജയചന്ദ്രൻ? ആമയിഴഞ്ചാൻ തോടിന്റെ ദൂരം 12 കിലോമീറ്റർ അല്ലേ? അല്ല, ആയിക്കോട്ടെ, ഞാൻ പറയുന്നത് ഇത് പ്രധാനമായിട്ടും വന്നത് റെയിൽവേ ആയിട്ട് ബന്ധപ്പെട്ട ആ 117 മീറ്ററിന്റെ കാര്യത്തിലുള്ള അധികാര തർക്കമാണല്ലോ ഇന്നലെയും തദ്ദേശ മന്ത്രി എം പി രാജേഷ് കൈകഴുകാൻ കഴിയില്ല. അതാണ് അതിന്റെ വസ്തുത.